ഹലോ, അൻസറാണ്. വിവാഹമോചിതയായിട്ട് ഒറ്റയ്ക്ക് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് നോക്കി കാണുന്നുണ്ടായിരിക്കാം. കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടായിരിക്കില്ല അല്ലെ? പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങള്. പല കാരണങ്ങൾ കൊണ്ട് വിവാഹമോചിതയായിട്ട് കുട്ടികളുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ കാണുന്നത്. ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സ്കൂളിൽ കൂടെ പഠിച്ചിരുന്ന സ്വന്തം സഹപാഠിയിൽ നിന്ന് മുതൽ തന്റെ കുഞ്ഞിന്റെ അധ്യാപകനും സ്കൂളിലേക്ക് വിടുന്ന ബസ് ഡ്രൈവറിൽ നിന്ന് വരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഹതഭാഗ്യമായിട്ടുള്ള ഒരു അമ്മയുടെ അനുഭവങ്ങൾ. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ത്രീ വിവാഹമോചിതയും ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് അറിയുമ്പോഴാണ് ഈ പറഞ്ഞ ആളുകളിൽ ഈ പറഞ്ഞ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളും ഭാവവ്യത്യാസങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എത്രയൊക്കെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് പറഞ്ഞാലും പണ്ട് മുതലേ നമ്മുടെ സമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാൽപ്പനിക ഭ്രഷ്ടുകളുണ്ട്. ഭർത്താവില്ലാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവള് ഈ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നുള്ള കുറെ ചിന്താഗതികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാലം ഇത്ര കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിത രീതിയിലും ചിന്താഗതികളിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടും അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഒരു സ്ത്രീ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, അവിടെ ചെന്നെത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിന് പുറകിൽ ഒരുപാട് പോരാട്ടത്തിന്റെ, ഒരുപാട് കണ്ണുനീരിന്റെ, ഒരുപാട് സങ്കടക്കടലിന്റെ കഥകൾ പറയാനുണ്ടായിരിക്കും. വിവാഹമോചിതയായിട്ടുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചാബല്യങ്ങൾ നമ്മുടെ പുരുഷ കേസരികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മടക്കങ്ങ് പോക്കറ്റിൽ വെക്കാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ചാബല്യങ്ങൾക്കൊന്നും അവളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. അതിനൊക്കെ അപ്പുറം ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടായിരിക്കും അവിടെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അവളുടെ മുന്നിൽ ചിലപ്പോ മറ്റെന്തിനേക്കാളും ഉപരി പറക്കമുറ്റാത്ത സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവി മാത്രമായിരിക്കും.